ഇനി നിങ്ങൾ ഉടമ്പടിത്തലത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കാവൂ. നിങ്ങൾ എൻ്റെ നാത്തൂനെ ഇത്തിരി ഉടമ്പടിത്തലം എന്താണെന്ന് ചോദിക്കത്തില്ലേ? നമ്മുടെ ആൾക്കാർക്ക് പിന്നെ വായിട്ട് ചോദിക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അവർക്കിവിടെ വരണ്ട, വണ്ടി കയറണ്ട, ഉപവസിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എന്നുവെച്ചാൽ നമ്മൾ ആ സ്നേഹത്തെ അവർ ചൂഷണം ചെയ്യണം. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറയണം, ജോസഫ് അച്ഛൻ്റെ ഈ ടോക്ക് കേൾപ്പിച്ചു കൊടുക്കണം. നാത്തൂന് തരാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ രീതി അതാണ്. അത് എനിക്ക് കേടാണ്, എൻ്റെ ഉടമ്പടിക്ക് കേടാണ്. ഞാനിതെല്ലാം പരിശുദ്ധമായി സൂക്ഷിച്ചുകൊള്ളാമെന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നിസ്സാരമല്ലേ ഇത്? കൃപാസനം അമേരിക്കയിലൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് പോയി ഉടമ്പടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. വൃത്തിയും മെനയായിട്ട് പറഞ്ഞു വിടണം, ഒരു കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും ഇത് പകർച്ച കൊടുക്കരുത്. പകർച്ച കൊടുക്കാൻ വേണ്ടി ചോറും ചമ്മന്തിയൊന്നുമല്ല. ഇത് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പം തന്നെ ഈ ആകാശിൻ്റെ ഇത് മുഴ തെറിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ? ആകാശിൻ്റെ വേറെ പ്രശ്നങ്ങൾ എന്താണ്? ആകാശിന് കുറേ കാര്യം കുടുംബത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ കുറേ പാടാണ്. അല്ല, ഒരു പാടെന്ന് പറയുന്നത് ഇവന് പഠിക്കണം. ഇവന് പഠിക്കണമെങ്കിൽ ലോണ് വേണം. ലോൺ ഒരിക്കലും കിട്ടത്തില്ല, 2.5 സെൻറ്റല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവന് ലോൺ കിട്ടത്തില്ല. ഇവന് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൽ പോയാണ് പഠിക്കേണ്ടത്. ഈ അമ്മയോടുള്ള ബന്ധങ്ങളൊക്കെ സത്യസന്ധമാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആശിക്കാം. കാര്യം അപ്പോഴും അമ്മയ്ക്കായിരിക്കണം ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. വിഷയത്തിന് പ്രാധാന്യം വെച്ചിട്ട് വിഷയം നേടാൻ വേണ്ടി അമ്മയെ ജാമ്യം നിർത്തണമെന്ന് വെച്ചാൽ അതും നടക്കത്തില്ല. നിങ്ങളൊക്കെ ചെയ്യണം അതാണ്. ഒരു പരിപാടിയും ചെയ്യത്തില്ല. ഉടമ്പടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉടമ്പടി ചെയ്യേണ്ട പോലെ ചെയ്യത്തില്ല. മറിച്ച് നിങ്ങളുടെ കാര്യം നേടാൻ വേണ്ടി ദൈവത്തെ കൊണ്ടുവന്ന് കരുവ് നിർത്തും. അത് നടക്കത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഓർക്കുകയും അത് ഒന്നാമത്തേൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവാഞ്ചലൈസേഷനാണ്, വിശ്വാസ കൈമാറ്റമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വിശ്വാസ അനുഭവം എനിക്ക് തരണം പറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ IELTS പാസ്സാകണമെന്നോ അല്ലെങ്കിൽ വസ്തു വിൽക്കണമെന്നോ ജപ്തിമാണമെന്നല്ല പറയേണ്ടത്. ഉടമ്പടി ഇത് ശരിക്കും ഫയറാണെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവെ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാൻ പറ്റിയ ഒരു അനുഭവം എനിക്ക് തരാൻ പറയണം. എന്നാൽ പിന്നെ ഇത് പെട്ടെന്നാണ് സംഭവം. അതാണ് എല്ലാത്തിനും അതിൻ്റെ ഒരു രഹസ്യ കോഡുണ്ടാകുമല്ലോ. ഇതിൻ്റെ ഒരു വാതിൽ ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാക്ഷ്യം എനിക്ക് തരണമേ എന്ന് വെച്ചാൽ അപ്പം എൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാരണം നിന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനങ്ങൾ നീ പ്രചരിപ്പിക്കും. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യും. അപ്പം നിനക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അനുഭവം ഉണ്ടാകുമ്പോൾ അടിച്ചു മാറ്റി വെച്ച് ദൈവത്തിന് പലം കയറുകളും നാരായണ പിന്നെ കൂരായണ എന്നൊക്കെ പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത കാര്യം ദൈവത്തിന് അറിയാം. നീ പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും നടക്കത്തില്ല. കാര്യം കണ്ടു കഴിയുമ്പോൾ നീ വണ്ടി വിട്ട് പോകുമെന്നറിയാം. അത് നേരത്തെ നിങ്ങൾ ഈ മനുഷ്യന്മാരും ഇടപെടണ പോലെ ഒരിക്കലും ദൈവത്തിൽ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പാപികളായി മാറുകയുള്ളൂ. മനുഷ്യന്മാരോട് നിങ്ങൾ ഇടപെടുകയല്ലേ, എല്ലാം കയറി യേസ് പറയും. നിങ്ങൾക്ക് തന്നെ അറിയാൻ നടക്കത്തില്ലെന്ന്. അതുപോലെ ദൈവത്തോട് ചുമ്മാ ഒരു ഭംഗിക്കൊരു യേസ് പറയരുത്. യേസ് പറഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പാപികളായി മാറും. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവത്തോട് പറയരുത്. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും പറയരുത്. കാര്യം നിങ്ങൾ ചെയ്യത്തില്ലെന്നും നിങ്ങൾ മനുഷ്യന്മാർക്ക് അറിയത്തില്ല. അവരോട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറയല്ലേ ഒരു 2000 രൂപ എടുക്കാനുണ്ടാ, ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങൾ കൊടുക്കത്തില്ലെന്നും. മനസ്സിലായില്ലേ? നിങ്ങൾ ആൾക്കാരുടെ കടം പിടിക്കണേ എങ്ങനെയാണ്? നീ ഒരു 1000 രൂപ എടുക്കാനുണ്ടാ, ഞാൻ നാളെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളത് കൊടുക്കത്തില്ലെന്ന്. ഇതുപോലൊരു ഡയലോഗ് ദൈവത്തിനടുത്ത് പറ്റത്തില്ല. നീ പൊളിക്കുമ്പോൾ തന്നെ അറിയാം നീ ഫ്രോഡാണെന്നറിയാം. വെറുതെ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പണി മേടിക്കുന്നത്? പലരുടെയും പ്രശ്നം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെട്ടേക്കും, പ്രാർത്ഥിച്ച് പണി മേടിക്കും, പ്രാർത്ഥിച്ച് പാപികളാവും. വല്ല കാര്യമുണ്ടോ? അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ
ദൈവത്തോട് പറയാവൂ. അത് സമയബന്ധിതമായിട്ട് ചെയ്യണം. സമയത്തിനാണ് പ്രാധാന്യം. വല്ലപ്പോഴും ചെയ്തോളൂ. ഞാൻ ചെയ്താവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് തരികട കാണിക്കരുത്. നിങ്ങൾ പറയാം ദൈവത്തോട്, ഞാൻ ചെയ്യാവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ എന്ത് വക്കീലാണ് ദൈവത്തോട് ഇടപെടാൻ? അതൊന്നും ചെയ്യരുത്. സമയബന്ധിതമായിട്ട് ചെയ്ത് മാറ്റണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയോട് സത്യസന്ധമായി ഇടപെടാൻ, പരമാർത്ഥതയുള്ള ആധ്യാത്മിക ജീവിതത്താൽ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. അതാ പരമാർത്ഥത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവമായിട്ട് ഇടപെടൽ ഒന്നാം ദൈവത്തിന് അറിയാവുന്നതാണ് ഈ പ്രശ്നം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന കാരണം നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും ആ പറയണത് കൊണ്ട് തന്നെ ആ പ്രാർത്ഥന പഴുത്തു പോകുകയുള്ളൂ. വല്ല കാര്യമുണ്ടാകും. അത് വിഡ്ഢികളും വിവരമില്ലാത്തവരുമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയും. ചില നേർച്ച പോലും എന്തൊരു നേർച്ചയായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഈ ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനാണ്. ബയലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഉഭയ കക്ഷിയാണ്. നീ ഒരു കക്ഷി, ദൈവം ഒരു കക്ഷി. നിങ്ങൾ തമ്മിലുള്ള കൊടുക്ക വാങ്ങലുകളാണ് എൻ്റെ അകത്ത് ഉള്ളത് മുഴുവനും. അപ്പം അത് സത്യസന്ധമായിരിക്കണം. ഇത് വലിയ സംഭവമാണ്. അതിപ്പോൾ തന്നെ ഈ ആകാശിനോട് പറയവേ, ആകാശ് അമ്മയോട് പറയവേ, എന്നെ ഒന്ന് കരകയറ്റി വിട്ടാലേ കുടുംബം രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അതാണ് സത്യസന്ധമായ പ്രാർത്ഥന. എന്നെ ഒന്ന് പക്ഷേ ഞാനിങ്ങനെ കര കയറണമെങ്കിൽ എനിക്ക് ലോണ് പോലും കിട്ടത്തില്ല എന്ന് പറയും. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളുടനെ പറ്റിയ ആഴ്ച നിയമങ്ങൾ മാറ്റും. ബാങ്കിൻ്റെ ഭയങ്കര രസമാണ് അമ്മയുടെ കാര്യം. അതായത് നിങ്ങളൊരു സാധനം വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നിയമപരമായിട്ടത് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും ദൈവത്തിന് 1, 9 എല്ലാം ഒരുപോലെയാണ്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അയ്യോ ഞാൻ എനിക്ക് വേണ്ടി വല്ലതും ചെയ്യും, അങ്ങനെയല്ല. ദൈവത്തിന് 1ഉം 9ഉം ഒരുപോലെയാണ്. അത് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണത്. കാര്യം ദൈവമായത് കാരണം 1ന് 9ൻ്റെ വിലയാണ്. അപ്പം നിനക്ക് വേണ്ടി, നിൻ്റെ ഒരാൾക്ക് വേണ്ടി ദൈവം മൊത്തം നിയമം മാറ്റും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ വിഷയം നോക്കിയാലേ ഓരോ വിഷയം, ഇപ്പം ഒരു ചില്ലിക്കാശ് ഇട്ടപ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപ ഇട്ട പോലെ എഴുന്നേറ്റുന്നില്ലേ കർത്താവ്? ആ വിധവ കൊണ്ടൊന്നും ഒരു ചില്ലിക്കാശ് ഇട്ടിരിക്കണതേ. അതിനേതാണ്ട് 1 ലക്ഷം രൂപ ഇട്ടതുപോലുള്ള വെയിറ്റാണ് കൊടുക്കുന്നത്. ഒരാടിനെ കാണാതെ പോയി, അതിനുവേണ്ടി 99നെ മാറ്റിയിട്ട് ആ 1നെ തിരക്കി പോകും. അപ്പോൾ ദൈവത്തിന് 1ഉം 9ഉം ഒരുപോലെയാണ്. ഇപ്പം നിനക്ക് വേണ്ടി വേണ്ട നിയമങ്ങൾ മാറ്റും, നിനക്ക് വേണ്ടി ജനതകളെ മാറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ. നിനക്ക് വേണ്ടി ഞാൻ യാക്കോബേ, നിനക്ക് വേണ്ടി ഞാൻ ജനതകൾ നൽകിയെന്നൊക്കെ ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 78-ാം സങ്കീർത്തനം 55-ാം തിരുവചനം. സങ്കീർത്തനം 78:55. അവരുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി അവർക്ക് അവകാശം അളന്നുകൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു. അതായത് ദൈവം ഒരാളെ ഇഷ്ടപ്പെട്ടു പോയാൽ, സത്യസന്ധമാണെന്ന് കണ്ടാൽ അയാൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. നമ്മുടെ മുമ്പിലുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തിന് ഒന്ന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം. അപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ് ദൈവപൈതലായി മാറും. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ അതാണ് ഇതിൻ്റെ അകത്തൊരു ഇതിൻ്റെ ഒരു ജിസ്റ്റെന്ന് പറയണത്. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം. നമ്മളെ പരുവപ്പെടുത്തി ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദൈവം, ഇപ്പോൾ ഇതിന് ആകാശത്തിൻ്റെ സമയമാണ്. പെട്ടെന്നൊരു നിയമം ബാങ്കിൽ വന്നു. എന്താണ്? നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് റീച്ചുള്ള 100 യൂണിവേഴ്സിറ്റികളുണ്ട്. 1ാം സ്ഥാനത്ത് നിൽക്കണം. ഗ്ലോബൽ 1ാം സ്ഥാനത്ത് നിൽക്കണ ഈ 100 യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ 50 ലക്ഷം രൂപ ലോൺ തരാമെന്ന് ഒരു പുതിയ നിയമം വരും. SBI ലോണ്ട്. SBI നിയമം മാറ്റിയതാണത്. അപ്പോൾ ആകാശം പറയും, അമ്മേ ഞാൻ ഈ ലോകത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ഞാൻ പോയി എഴുതണത്?
എൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ അമ്മയ്ക്കറിയാമല്ല എന്ന് പറയും. എന്നാലും പറയും, അമ്മ പറയും നീ എഴുത്, നീ ആയിരിക്കത്ത്. അമ്മയുടെ ഒരു രീതി എന്ന് പറയണത് വേണമെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് രസം. ഭയങ്കര വേറെ ഒരു സാക്ഷിയുണ്ട്. അതായത് നിങ്ങൾ ഓർക്കും ഇതൊക്കെ എന്ത് അന്ധവിശ്വാസം. അന്ധവിശ്വാസമല്ല, ആത്മീയത എന്ന് പറയണത് ഭൗതികത അല്ലല്ല. നിങ്ങൾക്ക് ഭൗതികതയാണ് യുക്തി എന്ന് പറയണത്. ഇവിടെ നമ്മൾ പറഞ്ഞ യുക്തിയിലല്ല ഇത് വർക്ക് ചെയ്യണം, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. മനസ്സിലായില്ലേ? അത് ഫോർമാറ്റ് ചേഞ്ചാണിത്. ഫോർമാറ്റ് ഇത് നമ്മുടെ യുക്തിയിലല്ല വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ ആ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ കട്ട് ഓഫിൻ്റെ മുകളിൽ കയറിയവൻ, ഇവന് ഇൻ്റർനാഷണൽ ലെവലിലെ യൂണിവേഴ്സിറ്റിയിൽ ഇവന് അഡ്മിഷൻ കിട്ടി ഓസ്ട്രേലിയയിൽ. അപ്പോൾ എന്ത് പറ്റി? ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ പോയി. നോക്കി 2.5 സെൻറ്റേ ഉള്ളു, നിവർത്തിയില്ലാതെ എന്തെല്ലാം സങ്കടപ്പെട്ട് നടന്ന ആളാണ്. ലൈഫിങ്ങനെ ചേഞ്ച് ചെയ്യണ കണ്ട, ലൈഫിങ്ങനെ ചേഞ്ച് ചെയ്യണത് ബന്ധത്തിൻ്റെ പേരിലാണ്. നിങ്ങൾ ഈ ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബന്ധമാണ്. ആ ബന്ധം സത്യസന്ധമാണ് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തും ചെയ്ത് കളയും. सब कुरियन, मैं जयपुर पर धर्मब्रांच से बीकानेर डायसिस पारिश से आ रहा हूँ और इधर केरला में पाला डायसिस में कुर्चितानम पारिश में रहता हूँ। मेरे इस धर्म भूमि में यहाँ पावन धरती पे मुझे ईश्वर ने पहुँचाया, उसके लिए पिता ईश्वर को और माता मरियम को कोटि कोटि धन्यवाद देता हूँ। मेरे जीवन में बहुत कुछ चंगाइयाँ ईश्वर के द्वारा हुई है, उसकी गवाही देने के लिए आज इस पावन धरती पे आपके सामने खड़ा हूँ। मैं 23/11 को यहाँ विधान लिया था। उस विधान लेने के लिए मुझे मजबूर ईश्वर के द्वारा किया गया था। उसमें ये था, ये मेरी बड़ी बेटी है, ये मेरी वाइफ है, ये मेरी बेटी का लड़का है। हम लोग राजस्थान में रहते थे और मेरी बड़ी बेटी का डिलीवरी का टाइम था। डिलीवरी का टाइम पे मेरी बेटी 1 महीना पहले उनकी डिलीवरी हो गई थी, प्रीमेचर डिलीवरी थे। उस दौरान बच्चे का एक वायरस उनकी श्वास नाले के अंदर वायरस का संक्रमण हो गए थे। उसकी वजह से बच्चे एकदम मरने का हालत बन गया था। डॉक्टर ने एकदम हाथ जोड़ दिए थे। उस दौरान उनको वेंटिलेटर में भर्ती किया गया था और डॉक्टर के द्वारा हमें ये बोला गया था, अभी आप ईश्वर पे विश्वास करो। तो हमें माता मरियम के बारे में पता तो था, लेकिन कृपासनम माता के बारे में पता नहीं था। तो वहाँ पे हमारे साथ में वास्को हॉस्पिटल में एक सिस्टर थे, उसने तुरंत प्रभाव से उनके द्वारा यहाँ से विधान लिया हुआ था। तो उधर से ये मलम और नमक लेके आ गया। तो हमें ये बोला, आप ये लगा के बच्चे को प्रेयर करो, उसे उनकी चंगाई हो जाएगा। तो हमने विश्वास करते हुए मैंने मेरी पत्नी को बोला, आप उन वेंटिलेटर उधर आईसीयू के अंदर जाके बच्चे को धर्मसार पढ़ के ये मलम और नमक लगा के प्रेयर करो। उसने प्रेयर किया। तो उसकी 1 घंटा बाद बच्चा एकदम से हाथ पैर हिलाना शुरू हो गया। वो अभी जन्म लिए हुए 1 दिन भी नहीं हुए थे, तो हाथ पैर हिलाना शुरू हो गया। तो हमें विश्वास हो गया कि ये हमारी ईश्वर के द्वारा उनको ठीक किया जा रहा है। तो हम लोग बाहर आ गया। उसी दिन शाम को बच्चे को एकदम से तंदुरुस्त, डॉक्टर ने खुद अचंभा हो गया कि डॉक्टर को खुद का अचंभा हो गया कि ये क्या चमत्कार है। डॉक्टर आके हमसे पूछा ये कैसे हो गया। तो हमने बोला हमारा माता मरियम का मलम और नमक लगा के प्रेयर किया है, तो हमारा माता मरियम के द्वारा हमें मिला है।
तो इसने खुद फिर दूसरा दिन सुबह बच्चे को उनकी माँ के पास में भेजा। उससे हमें विश्वास हो गया कि कृपासनम माता के द्वारा चंगाई मिलता है। तो उसी दिन ही हमने प्रतिज्ञा लिया है कि हम यहाँ के आके विधान लेंगे। हम उसके बाद में उधर राजस्थान से इधर छुट्टी लीव पे आने पे यहाँ आया 23/11/23 को हम आके यहाँ पे विधान लिया। उसके बाद में प्रेयर और करते रहा और उसके बाद में हम लोग यहाँ केरला चले गया, केरला से राजस्थान चले गया, वहीं पे प्रेयर वगैरह करते रहा। उस दिन हमें उसके बाद में हमें बहुत दुख घटित घटनाएँ हुई कि मेरे जीवन में मेरे बहुत कर्ज था। कर्ज की वजह से मुझे खुद को पता नहीं था मैं कैसे ये कर्ज से निकल जाऊं। उसके लिए फिर माता मरियम से प्रेयर किया, रोज़ सुबह शाम प्रेयर करते रहा। उसे क्या है मेरे को ईश्वर के द्वारा पता नहीं मैं कैसे बोलूँ इसको, आगे यहाँ बता नहीं सकता है कि मतलब कैसे हुई है। एकदम धीरे धीरे एक चीज़ें सेटल होते गया। मैं पूरा विश्वास करता हूँ कि मेरी माता मरियम और ईश्वर के द्वारा ये चंगाई मुझे हुई है। ये सारे कर्ज मेरा अभी धीरे धीरे माफ़ होते जा रहा है, धीरे धीरे ख़त्म होते जा रहा है। उस दौरान मेरा एक मकान बनाने का भी हम लोगों ने प्लानिंग किया था, क्योंकि हम लोग छुट्टी पे आते हैं, 40 साल से हम बाहर रहते हैं, तो हम लोग छुट्टी पे आते हैं तो मेरे परिवार की भाइयों के घरों में मेरे परिवार में हम लोग रहते थे। तो हम लोगों का इच्छा हो गया कि केरला में भी हमें एक मकान मिल जाए। तो उसके लिए हमने प्रेयर किया, तो हमारे को माता मरियम के द्वारा वो मकान दिया गया। उसके लिए हमने इसकी किए तो बीच में वो रुक भी गया था। रुक भी जाने की वजह कारण ये था कि पैसे की कमियां पड़ गए थे। उसके बाद में ईश्वर के द्वारा हमें ये मिला है कि पता नहीं कहाँ से पैसे आए, दिन प्रतिदिन हमारे अकाउंट में धीरे धीरे हमारे दोस्त लोग, क्योंकि हमने भी कई लोगों को हेल्प किए हुए थे, तो उनके द्वारा हमें मिलना, बैंक से लोन मिलना, ये सारा मिलके हम लोगों को आज हमारा जो प्रतीक्षा था उससे भी अच्छा एक मकान मिल गया और सुंदर सा भवन मिल गया। इसके लिए हम इस पिता माँ को, माता मरियम को और पिता महान को हम धन्यवाद देता हूँ। और मेरे जीवन में कई छोटे मोटे इस तरह का चंगाइयाँ मिल चुका है कि बहुत सारे चंगाइयाँ मिल चुका है। और उसी तरह हम लोग प्रेयर करते रहा। उस प्रेयर का अंदर मैं यहाँ पे नियोग रखा था कि मेरे ब्रदर और भाई के बीच में कई बार लड़ाइयाँ होते थे, तो उस लड़ाई को दूर होने के लिए आज उन लोग भी सुख से जी रहा हूँ, और उसके लिए भी ईश्वर को बहुत धन्यवाद देता हूँ। उसके द्वारा हमने बिना नियोग में रखे हुए एक प्रेयर थे। मेरे बच्चे के दोस्त थे, उनको एकदम से वो कोमा में चले गया था। तो उन लोग हमारे पड़ोस में रहते थे उन लोग हमसे प्रेयर करने के लिए कहा, तो हमने मलम और नमक लगाकर प्रेयर किया। तो आज वो 3 महीने से कोमा में थे, आज वो एकदम संतुष्ट है, एकदम तंदुरुस्त है, वो चल रहे फिर रहे, कोई दिक्कत नहीं है। उन लोग अभी आया हुआ नहीं है यहाँ पे, वो उन लोग ने बोला है यहाँ आके हम गवाही देंगे। तो हमने बोला ठीक है। ईश्वर को इसके लिए भी बहुत बहुत धन्यवाद देता हूँ। और उसी तरह मेरी वाइफ है, उनके मुंह में चाला टाइप का हो गया था, लेकिन हमने यहाँ पे हॉस्पिटल में दिखाए थे, तो हॉस्पिटल में डॉक्टर लोगों ने ये कहा बायोप्सी के लिए भेजना है। हमने बायोप्सी के लिए भिजवाया, तो डॉक्टर ने एकदम से शंका से ये कहा था कि ये हो सकता है कैंसर का होगा। तो हमने बहुत प्रेयर किया। उसके बाद में ईश्वर के द्वारा हमें रिजल्ट आने पे ही पता पड़ा है कि कोई कुछ नहीं है, कोई कैंसर नहीं है, ये एक चाला है। उसके लिए आप दवाई वाला दिए, आज वो दिखा रहे, आज बिल्कुल तंदुरुस्त है यहाँ पे हमारे बीच में। और उसके बाद में विधान लेने पे मैंने यहाँ पे न्यूयॉर्क में रखा हुआ था, मैं वहाँ पे सेंट्रल गवर्नमेंट में सर्विस करता हूँ, तो मेरा ट्रांसफ़र केरला हो जाए, उसके लिए भी मैंने
5-6 सालों से मैं ट्राई कर रहा हूँ, मेरे ट्रांसफ़र नहीं हो रहा था। तो मैं यहाँ विधान लिया और यहाँ पे ट्रांसफ़र के लिए मैंने एप्लीकेशन लगाया। उस एप्लीकेशन को उन लोगों ने रिजेक्ट तो किया था पहले, लेकिन बाद में मेरे को खुद को पता नहीं पड़ा। यहाँ से मैं छुट्टी से केरला उधर पहुँचा तो मेरे को माता मरियम के द्वारा एकदम प्लानिंग करके जहाँ पे मैं पहले था वहाँ से ट्रांसफ़र करके मुझे दूसरी जगह पे पोस्टिंग किया। उसके बाद में वहाँ पे मेरे को 1 साल सर्विस करना पड़ा। उसके बाद में मेरे को केरला में सर्विस किया। ऐसे मैंने 2011 नवंबर 2023 को केरला इधर एर्नाकुलम एयरपोर्ट में आके ज्वाइन किया IOC में। और इसके लिए मैं ईश्वर को बहुत बहुत धन्यवाद देता हूँ। ईश्वर का कृपा नहीं होता तो ये नहीं होता, क्योंकि मुझे पता है कि सेंटर का सर्विस है, इसमें ट्रांसफ़र होना बहुत मुश्किल है। उसमें भी मेरे को उन लोगों ने ऑर्डर देने की 1 दिन के अंदर मेरे को बोला आप यहाँ से रिलीव होकर चला जाना, नहीं तो बहुत बड़ा प्रॉब्लम है, क्योंकि रीजन चेंज करके आना है, इसलिए बहुत मुश्किल है। मैं ईश्वर की प्रार्थना करते हुए माता मरियम का ये रूपम पकड़ के प्रेयर किया, उससे मेरा ये ट्रांसफ़र होके मुझे आज यहाँ पे केरला में सर्विस करने का सौभाग्य मिला। पेशेदारी काम तो मैं यहाँ पे आता हूँ तो हर बार आता हूँ, आते वक्त यहाँ से हिंदी कृपासनम पत्रिका लेके जाता हूँ और मलयालम पत्रिका लेके जाता हूँ। वो वहाँ पे चर्च में, ऑटो स्टैंड में और गलियों में सबको देता हूँ। और उनको सबको मैं ये मेरी चमत्कार मेरी लाइफ में जो हुई भी है सारी चीज़ें बताते हुए उनको ये अखबार देता हूँ। कई लोग मेरे को तिरस्कार भी करता है, लेकिन मैं उसको अवॉइड कर देता हूँ, क्योंकि ये ईश्वर की सेवा है। ईश्वर की सेवा के अनुसार मैं करता हूँ सारे काम। करना में मैं ये हमारे वहाँ पे ओल्ड एज होम है, सिस्टर्स का, फादर्स लोगों का, और हम छेरी प्रदेश में भी जाता है, मतलब गरीब लोग बहुत रहते हैं, वहाँ पे जाके फादर लोग सिस्टर लोगों का साथ में जाता है, उनका सेवा करता है। और ओल्ड एज होम में जाके उनका सेवा करता है। उनको कोई भी तरह का किसी भी तरह का कोई भी चीज़ की ज़रूरत है तो उनकी पूर्ति करने का पूरी कोशिश करता हूँ, और मेरे से जो हो सकता है वो सारी सहायता मैं करता हूँ। और मैं रोज़ सुबह 5 बजे उठकर 5:30 बजे प्रेयर करता हूँ, और फादर जी का डेली ब्लेसिंग प्रेयर अटेंड करता हूँ, और मास में भी अटेंड करता हूँ, और परम प्रसाद भी लेता हूँ। और मैं एक चीज़ बोलना भूल गया, मेरे को इस बीच में मैं यहाँ से विधान लेने के बाद में उधर राजस्थान चले गया था। वहाँ पे एक दिन रात को एकदम ठंडी के मौसम में, दिसंबर के महीना है, वहाँ पे इतना ठंड रहता है कि पूछो ही मत। वहाँ पे हम लोग सोते हैं, तो उस दौरान मेरे को रात को डॉक्टर BP जोसेफ फादर जी का दर्शन हुई है। दर्शन होने के बाद में फादर जी मेरे को बोलते हैं तुम मेरे साथ आ जाओ। तो मैं देख रहा हूँ तो मेरे सामने एकदम समुद्र दिखाई दे रहा है। तो मैं फादर जी को बोल रहा हूँ, फादर जी ये समुद्र है सामने। तो बोल रहे तुम आ जाओ मेरे साथ में, मैं तेरे को बोल रहा हूँ ना, मेरे साथ आ जाओ। मैं पीछे चले गया, फादर जी एकदम समुद्र के किनारे पहुँचा तो फादर जी ने जैसे फायर रख के जैसे पानी में लगा, एकदम से एक रोशनी आया। तो मैं एकदम घबरा गया। फादर जी बोला तुम आ जाओ। हम दोनों पानी के अंदर उतरना शुरू हो गया। पानी के अंदर उतरा, फादर जी आगे आगे जा रहे हैं। मैं फादर जी को बोल रहा हूँ फादर जी मैं डूब रहा हूँ। मैं गर्दन तक पानी के अंदर डूबते गया, गर्दन तक पानी के अंदर डूबते गए। मैं एकदम डरना शुरू हो गया। फादर जी बोला तुम आ जाओ। हम चले गया, मेरे को कुछ भी नहीं, मैं ना तो डूबा ना कुछ। हम लोग आगे पहुँच के फादर जी एकदम किनारे पहुँच के जैसे बाहर निकलना की कोशिश की, एकदम रोशनी आ गया। तो तब तक मेरी सपना तो मेरे दिल में आई, ये तो मैं सपना देख रहा हूँ यार, ये तो इतनी बड़ी चमत्कार है मुझे। तो उसी वक्त मेरे को ये मन में ईश्वर के द्वारा ये हुई कि मैं कर्ज में डूबा हुआ था,
डूबते हुई नाव को बचाने के लिए ईश्वर के द्वारा फादर जी को मेरे पास भेजा, तो मैंने ये चीज़ विश्वास किया। उसके बाद में मैंने प्रेयर करता रहा माता मरियम से, मेरा सारा ये कर्ज वारा उतर गया। माँ मरियम को और ईश्वर को मैं बहुत बहुत धन्यवाद देता हूँ, कोटि कोटि नमन करता हूँ। അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി എന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനും. എൻ്റെ പേര് ആലിസ് കുട്ടായി. ഞാൻ കോട്ടയം ജില്ല പാലാ കരൂർ തിരുഹൃദയ ദേവാലയ ഇടവക അംഗമാണ്. എനിക്ക് ഉടമ്പടി ശേഷം എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും പറയുവാനായി ഞാൻ 2022 ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായി പാലിച്ചിരിക്കുന്നു. ഞാൻ മൂവാറ്റുപുഴ മേങ്ങുന്നം എന്ന് പറയുന്നൊരു വീട്ടിൽ ഹോം നേഴ്സായി ജോലിക്ക് ചേർന്നതാണ്. അവിടെ ജോലി ചെയ്ത് 15 ദിവസമായതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ വീട്ടിൽ ഒരു 60,000 രൂപ കാണാതെ പോകുന്നതല്ല, വെച്ച് മറന്നത്. എന്തായാലും അവർ നോക്കുമ്പോൾ കാണുന്നില്ല ആ പൈസ. അപ്പം ഞാനവിടെ ചെന്നതേ ഉള്ളൂ. ഞാൻ അന്ന് കൃപാസനം പത്രമോ മാതാവിനെയോ ഒന്നും ഞാൻ അറിയുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്ന അവസരമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിരിക്കും. അവരെന്നോട് പറഞ്ഞു, നമുക്ക് എൻ്റെ അലിസേച്ചി ആ പൈസ കാണുന്നില്ലല്ലോ, എവിടെയാണ് വെച്ച ജോസിയേട്ടന് ഇപ്പോൾ വരുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോ എന്ത് ചെയ്യാനാണ്, എന്തായാലും ഞാനും കൂടി ആ പൈസ തപ്പിയപ്പോൾ അത് കിട്ടിയില്ല. അങ്ങനെ നോക്കുമ്പോൾ കട്ടിലിൽ ഒരു കൃപാസനം മാതാവിൻ്റെ പത്രം കിടക്കുന്നു. ഞാൻ അന്ന് വരെ ആ പത്രം കൈകൊണ്ട് എടുത്തിട്ടില്ല, നോക്കിയിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ആ പത്രം എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ മാതാവേ, എവിടെ വെച്ചു, എങ്ങനെ വെച്ചു, ആ പൈസ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലിയോ അല്ലെങ്കിൽ ഞാനും കൂടി അത് ബുദ്ധിമുട്ടാകുമല്ലോ. ഈ പൈസ ഇപ്പം തന്നെ കിട്ടിയാൽ എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ അമ്മ മാതാവിനോട് ചേർന്ന് ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പത്രം ഞാൻ താഴെ വെച്ചിട്ട് ഞാൻ ചോദിച്ചു, മിനി എവിടെയാണ് പൈസ വെച്ചത്, ഏത് അലമാരിയാണ്, 3 അലമാരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആലിസേച്ചി ഞാൻ എല്ലായിടത്തും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കി, 2 കള്ളിയിൽ നോക്കി, കിട്ടിയില്ല. 3-ാമത്തെ കള്ളിയിൽ കൈയിട്ടപ്പോൾ ആ പൈസ ഒരു തുണിയുടെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്നു. എൻ്റെ അമ്മ മാതാവ് അത് എനിക്ക് തരികയും എന്നെ രക്ഷിക്കുകയും ചെയ്തു. എൻ്റെ 2ാമത്തെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ലഭിച്ച അനുഗ്രഹം ഒരു ഭവനമില്ലായിരുന്നു. ഞാൻ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഉടമ്പടി എടുത്ത് 1 കൊല്ലത്തിന് ശേഷം എനിക്ക് മറ്റുള്ളവരുടെ സഹായത്താലും എൻ്റെ ജോലി ചെയ്തതിൻ്റെ സമ്പാദ്യം എല്ലാം കൂടെ കൂട്ടി ഒരു ഭവനം ലഭിച്ചു. 20 വർഷമായിട്ട് കൂട്ടുകുടുംബത്തിൽ ജീവിക്കുകയായിരുന്നു. അവിടെ എനിക്കൊരു ഭവനം തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ കഴിഞ്ഞ ഏപ്രിൽ 22 ഇതെൻ്റെ സഹോദരനാണ്, ഭർത്താവിൻ്റെ അനിയനാണ്. അവന് 2-3 വർഷങ്ങളായിട്ട് കാലിന് വേദനയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് അവനത് കൽസിലായി കൂടുതലാകുകയും മെഡിക്കൽ കോളേജിൽ നിന്നും പാലായിൽ നിന്നും കാല് മുറിച്ച് മാറ്റണം, വേറെ ഒരു ചികിത്സയും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഏപ്രിൽ ഇവിടെ വന്നു, ഉടമ്പടി എടുക്കാൻ വന്നു. എൻ്റെ 3 ബ്ലഡ് ഓട്ടം എല്ലാം നിന്നുപോയി, കാല് മുറിക്കാതെ മറ്റൊരു ചികിത്സയില്ല എന്ന് പറഞ്ഞതാണ്. ഞാനിവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ 3ാമത്തെ നിയോഗം ഞാൻ ഇവൻ്റെ പേരിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഫോൺ എടുത്തത്. ഞാൻ പള്ളി വന്നാന്ന് അറിയത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ മോനാണ് ഇവൻ്റെ കാല് കഴുകി കെട്ടുന്നതൊക്കെ. അവൻ പറഞ്ഞു, അമ്മച്ചി സജിയുടെ കാലേന്ന് ചോര ഒഴുകുന്നു അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അതുവരെ മുറിച്ച് കളയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ നിയോഗം ഒരു കന്യാസ്ത്രീ അമ്മയാണ് എനിക്ക് എഴുതി തരുന്നത്, അത് എഴുതിക്കൊണ്ടിരിക്കുവാടാ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. ഉടമ്പടി വസ്തുക്കളും മറ്റെല്ലാം അവൻ്റെ കാല് പുരട്ടുകയും അത് ഘട്ടം ഘട്ടമായിട്ട് ഏപ്രിൽ മാസം തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞ് അവൻ്റെ കാലിനിപ്പോൾ മുറിച്ച് കളയേണ്ട യാതൊരു ആവശ്യമില്ല, കാല് കാണിക്കുക. അങ്ങനെ ഞാനപ്പോൾ പറഞ്ഞു, അവനെ സുഖം പ്രാപിച്ചാൽ അവൻ്റെ സ്വന്തം ആവശ്യങ്ങൾ, കട്ടിലിലാണ് സർവ്വതും നടന്നുകൊണ്ടിരുന്നത്. അവൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ അന്നു മുതൽ ഏപ്രിൽ മാസം മുതൽ അവൻ്റെ കാലിൽ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഒക്കെ ഓരോന്നും മാറി മാറി ഉപയോഗിക്കുകയും കഴിക്കുകയും ചെയ്യുന്നു. അവൻ്റെ അമ്മയൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ അമ്മയാണ് ഇവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, മാതാവേ, അമ്മ രോഗി, ഈ മകൻ്റെ സ്വന്തം ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ മകനെ പ്രാപ്തനാക്കണമേ എന്ന് മാത്രം ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അത് അമ്മ മാതാവ് 100 ഇരട്ടിയായി ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ അവനവിടെ പള്ളിയിൽ അത്യാവശ്യം പോകും, അതിലൊക്കെയൊക്കെ നടക്കും.
പിന്നീട് എനിക്ക് വിവിധ നടുവിന് വേദന അങ്ങനെയുള്ള മിക്കപ്പോഴും പല വിധത്തിലും ഇതാണ് ഷുഗർ. പക്ഷേ ഉടമ്പടി എടുത്ത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ ജോലിയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് നടക്കുന്നു. പിന്നീട് എനിക്ക് വിവിധ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഞാൻ പത്രം കിട്ടുന്നത് ഒക്കെ ഞാൻ അതിൻ്റേതായ പൂർണ്ണതയിൽ എല്ലായിടത്തും നടന്നു കൊടുക്കുകയും എന്നെ കേൾക്കാൻ ശ്രമിക്കുന്നവരോട് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പത്രം കൊടുക്കും. പിന്നീട് കാരുണ്യ പ്രവർത്തനമാണെങ്കിലും ഞാൻ മെഡിക്കൽ കോളേജ് വഴി ചോറ് ഞങ്ങളുടെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഞാൻ എല്ലാവരും 2 പൊതി കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷേ ഞാൻ 10, 20, 10, 15 പൊതികൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എൻ്റെ കണ്ണിൽപ്പെടുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും എന്നാലാവുന്നത് പോലെ സഹായിക്കും. പിന്നെ ഞാൻ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അവരെയൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടെയും അളിഞ്ഞും ആരും അടുക്കാത്ത രോഗികൾ പോലും ഉണ്ട്. അവരെല്ലാം ഞാൻ അവൻ്റെ നാമത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടെ പെരുമാറും. ഇത് ഒത്തിരിയൊന്നും എനിക്ക് പറയാനും എടുക്കാനും അറിയില്ല. എങ്കിലും എൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് കോടി അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി. ഇനി എനിക്ക് നടക്കാനുള്ള ശക്തിയുള്ളിടത്തോളം കാലം, വരാൻ പറ്റുന്നിടത്തോളം കാലം എൻ്റെ അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുകയും 2 നേരവും തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ മാതാവിന് നന്ദി പറയുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ച ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങളും സാധിച്ചെന്ന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞു.